ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും ജോലി സ്ഥാപനങ്ങളും നമ്മുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോ വ്യക്തികളും അനുഗ്രഹത്താൽ നിറയണം, അവിടെ സന്തോഷമുണ്ടാകണം, സമാധാനമുണ്ടാകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നാം ഓരോരുത്തരും. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലവും നാം ആയിരിക്കുന്ന ദേശമായിക്കോട്ടെ വിദേശമായിക്കോട്ടെ, ആ മേഖലകളെല്ലാം ദൈവാനുഗ്രഹത്താലും ദൈവകൃപയാലും നിറയുന്നതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 11-ാം തിരുവചനം: കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി ലഭിക്കും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. അവിടെ നരളി ചെയ്യുന്നു, ഞാൻ നിന്നെ നിരന്തരം നയിക്കുന്ന ദൈവമാണ്. നീ ആയിരിക്കുന്ന ഓരോ സാഹചര്യങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ ബുദ്ധിമുട്ടിലൂടെ, പ്രതിസന്ധിയിലൂടെ, വേദനയിലൂടെ, അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന മരുഭൂമി അനുഭവങ്ങൾ ചിലപ്പോൾ നിനക്കുണ്ടാകും. അവിടെയെല്ലാം നിനക്ക് സമൃദ്ധി നൽകി നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം. ജീവിതത്തിൽ അസ്വസ്ഥതകൾ വരുമ്പോൾ, നിരാശയിലേക്ക് പോകുമ്പോൾ നിന്നെ ശക്തിപ്പെടുത്തി, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തി നിന്നെ അനുഗ്രഹിക്കുന്നവൻ. ആ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഈ പ്രാർത്ഥനയെ നമുക്ക് സമർപ്പിക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങ് എനിക്ക് കനിഞ്ഞു നൽകിയ ഈ ജോലിയെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. എന്നെ അങ്ങ് ഏൽപ്പിച്ചിരിക്കുന്ന ഈ ദൗത്യം അനുദിനം വിശ്വസ്തയോടെ നിർവഹിക്കുവാനും അങ്ങേക്ക് സാക്ഷിയായി തീരുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ഞാൻ ജോലി ചെയ്യുന്ന ഈ സ്ഥാപനത്തെയും എൻ്റെ സഹപ്രവർത്തകരെയും ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും സംരക്ഷിക്കണമേ. എന്നിൽ നിന്ന് അകലെയായിരിക്കുന്ന എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ തിരുരക്ത വലയത്തിൽ കാത്തുകൊള്ളണമേ. എൻ്റെ ജോലിയുടെ ഓരോ നിമിഷങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ജോലി സാഹചര്യങ്ങളിൽ വിഷമത്തിലൂടെ, പ്രതിസന്ധിയിലൂടെ, അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ എനിക്ക് ആശ്രയമായി എൻ്റെ കൂടെയായിരിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കണമേ. ആമേൻ.